ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 30 വരെയാണ് കസ്റ്റഡി കാലാവധി. വക്കീലുമായി സംസാരിക്കാൻ 20 മിനിറ്റ് കോടതി അനുവദിച്ചു. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടപടികൾ. റാന്നിയിൽ നിന്ന് ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ഇപ്പോൾ ഒക്ടോബർ 30 വരെയാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. എന്തൊക്കെ വാദപ്രതിവാദങ്ങൾ അവിടെ നടന്നു എന്ന കാര്യം പുറത്തുവന്നോ? വിവരങ്ങൾ എങ്ങനെ? ശരി, ജോസിയിലേക്ക് എത്താം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഈ മാസം 30 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. വക്കീലുമായി സംസാരിക്കാൻ 20 മിനിറ്റ് കോടതി അനുവദിച്ചിരുന്നു എന്നാണ് അറിയുന്നത്. ഏതായാലും ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ വളരെയധികം നിർണായകമായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ പല പ്രധാനപ്പെട്ട വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പങ്കുവച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി ഈ സ്വർണ്ണക്കൊള്ളയിൽ പോറ്റിയുടെ പങ്ക് എന്താണ്, ഒപ്പം മറ്റാരൊക്കെയാണ് ഉള്ളത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാനിരിക്കുന്നു എന്നറിയണം. ജോസി ബാബു, സിജോ ബി ജോൺ എന്നിവർ വിവരങ്ങൾ നൽകും. ജോസിയിലേക്കാണ്. ജോസി, കസ്റ്റഡി ഒക്ടോബർ 30 വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് പോറ്റിയെ. എന്തൊക്കെ വാദങ്ങൾ ഇന്നവിടെ നടന്നു എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നോ? അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടപടികളൊക്കെ നടന്നിരുന്നത് നമുക്കറിയാം. വിവരങ്ങൾ. സിജോ വി ജോണിലേക്ക് പോവുകയാണ്. സിജോ, ഇപ്പോൾ 2 ആഴ്ചത്തെ കസ്റ്റഡി കാലാവധിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ പലയിടത്തും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇനിയിപ്പോഴുള്ള തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ മാത്രമാണ് ചോദ്യം ചെയ്യൽ നടന്നിട്ടുള്ളത്. ഇന്നലെ 10 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇന്നലെ രാത്രി അതിനുശേഷം ഒരു 12 മണിക്ക് ശേഷവും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ ചെന്നൈയിൽ നിന്നുള്ള സംഘം എത്തിയപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ പ്രാഥമികഘട്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ അന്വേഷണ സംഘം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ പുറത്തു പോയിരുന്ന ഉദ്യോഗസ്ഥരും ഇങ്ങോട്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവർ കൊണ്ടുവന്നിരിക്കുന്ന രേഖകളും വിശദാംശങ്ങളും കൃത്യമായി വിശകലനം ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഇയാളെ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോവുക. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള പ്രതികർക്കപ്പെട്ടുള്ള ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയും കൂടി വിളിച്ചു വരുത്തും. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഉദ്യോഗസ്ഥരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടപടികളിലേക്ക് പോകും. അങ്ങനെ അന്വേഷണം നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ തീർക്കാൻ പറ്റും. ഒരു ക്ലാരിറ്റി പല വിഷയങ്ങളിലും വരുമെന്നുള്ള കാര്യവും അന്വേഷണ സംഘം കണക്കുകൂട്ടുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഇതിന്റെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ സന്നിധാനത്ത് എത്തിക്കണം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ എത്തിക്കണം. സംസ്ഥാനത്തിന്റെ പുറത്ത് പല ഭാഗങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇമ്മീഡിയറ്റ്ലി തന്നെ ഈ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. കോടതി അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മറ്റൊരു ദിവസത്തേക്ക് ഈ ആപ്ലിക്കേഷൻ മാറ്റിവെക്കാതെ ഇമ്മീഡിയറ്റ്ലി തന്നെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് തീരുമാനം വന്നിരിക്കുന്നത്. ഇനി എങ്ങോട്ട് ഇയാളെ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴൊരു സംശയമുള്ളത്. ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് തന്നെ കൊണ്ടുവരാനാണ് സാധ്യത. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം കൂടുതലുള്ളത് ഇവിടെയാണ്. അതുകൊണ്ട് കൂടുതൽ സാധ്യത തിരുവനന്തപുരത്ത് എത്തിച്ച് തുടർ ചോദ്യം ചെയ്യലിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ്. ഇനിയും കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പങ്ക് സംബന്ധിച്ച് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇയാളുടെ മൊഴിയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സിജോ, തുടരൂ. അതിനു മുമ്പ് കോടതിയിലെ കാര്യങ്ങളൊന്നും അറിയട്ടെ. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, കോടതിയിൽ നിന്ന് എന്തൊക്കെയാണ് നടന്നത്? അമൃത, പൂർണ്ണമായും അടച്ചിട്ട കോടതിയിലായിരുന്നു ഈ കോടതി നടപടികൾ. 3/4 മണിക്കൂറോളം നീണ്ട കോടതി നടപടികളുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ 3/4 മണിക്കൂറോളം നീണ്ട കോടതി നടപടികൾക്ക് ശേഷമാണ് ഒക്ടോബർ 30 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ അനുവദിച്ച് കോടതി ഉത്തരവിട്ടത്. അതിനിടെ 30 മിനിറ്റോളം അഭിഭാഷകനുമായി സംസാരിക്കുന്നതിനായി
സമയവും അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായ അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് മടങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സന്നിധാനത്തെത്തിച്ച് ഈ ഇടപെടൽ നടത്തിയ സ്വർണ്ണപ്പാളി, അതോടൊപ്പം ദ്വാരപാലക ശില്പം അടക്കമുള്ള കാര്യങ്ങളിലെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനായി സന്നിധാനത്തെത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും വ്യക്തമായിട്ടില്ല. പ്രധാനപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള ഒരു പ്രതിസന്ധി, നാളെ ശബരിമല നട തുറക്കുകയാണ്. അതിന് മുന്നോടിയായി ഇന്നൊരു പക്ഷേ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാം. അല്ലെങ്കിൽ ഇനി നട തുറന്നതിന് ശേഷം ഈ മാസപൂജകൾക്ക് ശേഷം മാത്രം, വീണ്ടും നട അടച്ചതിന് ശേഷം മാത്രമായിരിക്കും പൂജ്യമായി സന്നിധാനത്തേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ സാധ്യതയാണ് കൂടുതൽ നിലനിൽക്കുന്നത്. അതിനു മുമ്പ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കൂടാതെ ഈ സ്മാർട്ട് ക്രിയേഷനിലടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കൂടാതെ ഈ പോറ്റി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ മറ്റാളുകളെ കണ്ടെത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്.